എന്തുകൊണ്ടായിരിക്കും ഭാരതത്തിലെ 28 സംസ്ഥാനങ്ങളിലും ഒരു മുസ്ലിം മുഖ്യമന്ത്രി പോലും ഇല്ലാതെ ഇരിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ആരാ? ജമ്മു കാശ്മീർ ജമ്മു യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട്. ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറി അല്ലല്ലോ ഇപ്പം. ജമ്മു കാശ്മീര് അതിൻ്റെ അകത്ത് ജമ്മു കാശ്മീർ ഒരു ഭാഗം, ലഡാക്ക് വേറൊരു ഭാഗം, അങ്ങനെയാണല്ലോ മാറിയിരിക്കുന്നത്. അവിടെ മുസ്ലിം മുഖ്യമന്ത്രി തന്നെയാണ്. പിന്നെ ഇന്ത്യയുടെ ചരിത്ര ഉടനീളം പരിശോധിച്ചാലും എത്ര മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പണ്ട് AR അബ്ദുള്ള ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. ജമ്മു കാശ്മീരിൽ എന്നും മുസ്ലിം മുഖ്യമന്ത്രിമാർ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ CH മുഹമ്മദ് കോയ ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ഉള്ള പ്രത്യേക പ്രതിഭാസമൊന്നും അല്ല അത്. CH മുഹമ്മദ് കോയൊക്കെ ചുരുക്ക കാലഘട്ടത്തിലേക്കല്ലേ CH മുഹമ്മദ് കോയൊക്കെ? CH മുഹമ്മദ് കോയ ചുരുക്കം കാലഘട്ടത്തിലേക്ക് മാത്രമായത് എന്തുകൊണ്ടാണ്? അവരുടെ മുന്നണിയിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അന്ന് കേരളത്തിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സംഭവം തീരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അല്ലാതെ അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒഴിവാക്കിയതല്ല. AR അബ്ദുള്ള മുഖ്യമന്ത്രിയായിരുന്നല്ലോ. അബ്ദുൾ റഹ്മാൻ അബ്ദുള്ള മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി അല്ലായിരുന്നു. അപ്പം മുഖ്യമന്ത്രിമാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത്രയും കാലം ജമ്മു കാശ്മീരിൽ മുസ്ലിം മുഖ്യമന്ത്രിമാരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് പണ്ട് ഷെയ്ഖ് അബ്ദുള്ളയായാലും, അദ്ദേഹത്തിന്റെ മകൻ ഫാറൂഖ് അബ്ദുള്ളയായാലും, ഇപ്പോഴത്തെ ഒമർ അബ്ദുള്ളയായാലും, ഗുലാം നബി ആസാദ്, അതുപോലെ മെഹബൂബ മുഫ്തി, ഇവരൊക്കെ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നു. അപ്പം അതുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഉണ്ടായിട്ടില്ല. അതിപ്പം ഈ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രത്യേക പ്രതിഭാസമൊന്നുമല്ല. പക്ഷെ പൊതുവെ കുറവായിരുന്നു. അതൊരു വാസ്തവമാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ആ സമൂഹം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ബഹുസ്വര സമൂഹത്തിൽ കൂടുതൽ, അതായത് മതചിന്തകൾക്ക് ഉപരിയായി സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് സമൂഹത്തിന്റെ ഭാഗമായി വർക്ക് ചെയ്ത് സമൂഹത്തിന് സ്വീകാര്യമായ രീതിയിൽ ഉള്ള പോപ്പുലാരിറ്റി ഉണ്ടാക്കിയെടുത്ത്, അങ്ങനെയൊക്കെയാണല്ലോ പൊതുവെ ഈ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ വളർന്നു വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായും ഇസ്ലാമിക് സമൂഹം, മുസ്ലിം സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്ക് നമ്മുടെ ഭരണഘടനയും നമ്മുടെ ഒരു സമൂഹത്തിന്റെ സ്വഭാവവും അങ്ങനെയുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ, അതായത് സമൂഹത്തിന് വേണ്ടി, അതായത് ഒരു വ്യത്യാസവും ഇല്ലാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുന്ന പൊതുവെയുള്ള ഒരു സ്വഭാവം നമ്മുടെ ഇവിടെയുണ്ട്. ആ രീതിയിലേക്ക് ഓരോ വിഭാഗങ്ങൾക്കിടയിൽ നിന്നും വളർന്നു വരുന്ന ആൾക്കാരെ പറ്റി അതായത് സമൂഹവും സമൂഹ നേതൃത്വവും ഒക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. എന്നിരുന്നാലും മുസ്ലിം സമൂഹത്തിന്റെ പ്രാതിനിധ്യം വളരെ കുറവാണല്ലേ? മൊത്തത്തിൽ നമ്മൾ സംസ്ഥാന നിയമസഭകൾ എടുത്താലും നമ്മൾ കേന്ദ്ര പാർലമെന്റ് എടുത്താലും എല്ലാം പ്രാതിനിധ്യം വളരെ കുറവായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. പ്രാതിനിധ്യമൊക്കെ ഉണ്ട്. മുസ്ലിം പ്രാതിനിധ്യമൊക്കെ നല്ലതുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കറക്റ്റ് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വൈസോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നുള്ളതല്ലാതെ മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുസ്ലിം പ്രാതിനിധ്യം ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കിക്കോളൂ. ഇവിടെ ഇനിയിപ്പോ UDF മന്ത്രിസഭയാണ് വരാൻ പോകുന്നത്. അവിടെ മുസ്ലിം പ്രാതിനിധ്യം വളരെ, കേരളം അസംബ്ലിയിൽ തന്നെ നോക്കിക്കോളൂ. അപ്പം മുസ്ലിം പ്രാതിനിധ്യമൊക്കെ ഉണ്ട്. പക്ഷെ ആ സമൂഹം ഇനിയും ഒരുപാട് ഒരു ബഹുസ്വര അതിന്റെ സമൂഹമല്ല, ആ സമൂഹത്തിന്റെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ കുറെ കൂടെ ഇൻക്ലൂസീവായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അത് ആ സമൂഹം കാണിക്കേണ്ട, സമുദായ നേതൃത്വം കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ സമുദായ നേതൃത്വം അങ്ങനെ കാണിക്കുന്നില്ലല്ലേ? ബഹുസ്വരതയിലേക്ക് നീങ്ങുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ നിൽക്കുന്നത്? ബഹുസ്വരതയുടെ പ്രശ്നമല്ല. സമുദായ നേതൃത്വം എപ്പോഴും ആ ഏത് സമുദായ സംഘടനകളുടെ ആയാലും അങ്ങനെ തന്നെയാണ്. സമുദായ നേതൃത്വം എന്ന് പറയുന്ന അതിൻ്റെ മുകളിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ താല്പര്യങ്ങളാണ്.
അവർക്ക് അവരുടെ താല്പര്യങ്ങളും അവരുടെ ഗ്രോത്തും വളർച്ചയും ഒക്കെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആ സമുദായത്തിന്റെ സെന്റിമെന്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആ സമുദായത്തിന്റെ വളർച്ചയോ ആ സമുദായത്തിന്റെ സർവ്വതോന്മുഖമായ വികസനമോ നേട്ടമോ ഒന്നുമല്ല അവരുടെ വിഷയം. അവർക്ക് അവരുടെ വിഷയം, അതിനു വേണ്ടിയിട്ട് അവർ സാമുദായിക താല്പര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ശ്രീനാരായണ ഗുരുദേവനും വന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും ഒക്കെ ചെയ്ത പോലെയുള്ള വിശാലമായ കാഴ്ചപ്പാടല്ല. അതിന് പകരം ഇപ്പോഴത്തെ ഓരോ സാമുദായിക നേതൃത്വം വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ കാണിക്കുന്ന കണ്ടില്ല, അത് അവർക്ക് വേണ്ടി മാത്രമുള്ള ഉപയോഗമാണ്. അത് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ സംഭവിക്കുന്നത്. അവരുടെ സാമുദായിക നേതൃത്വത്തിന് സമുദായത്തിന്റെ സർവ്വതോന്മുഖമായ വികസനത്തിൽ ഒരു താല്പര്യവുമില്ല. അത് മാത്രമല്ല, അവരെ എപ്പോഴും കുറച്ച് ശത്രുക്കളെ കാണിച്ചുകൊണ്ട് ഭയത്തിന്റെ നിഴലിൽ ഇങ്ങനെ നിർത്തി ആ ഭയം വിറ്റ് ജീവിക്കുന്നവരാണവർ. ആ സമുദായ നേതൃത്വം തന്നെ ആ സമുദായത്തിനെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പൊ നോക്കോളൂ, ഇവിടെ UDF ആയാലും ശരി LDF ആയാലും ശരി, അവർ ഏറ്റവും അധികം മുസ്ലിം സമൂഹത്തിനോട് പറയുന്നത് എന്താണ്? ഞങ്ങളെ പിന്തുണയ്ക്ക് സംഘപരിവാർ എല്ലാം കൂടെ വന്ന് നിങ്ങളെ ഇവിടുന്ന് നാട് കടത്തും, കൊല്ലും, തിന്നും എന്നൊക്കെയല്ലേ പറയുന്നത്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? 20-22% വരുന്ന ഏതാണ്ട് 25-30 കോടിയോളം വരുന്ന ഒരു സമൂഹത്തിനെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുമോ? പക്ഷെ ആ രീതിയിലുള്ള ഭയം നട്ടു വളർത്തി ആ ഭയം വിറ്റ് ജീവിക്കുന്നവരാണവർ. മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ആ ഭയത്തിന്റെ ഒരു തടവറയിലാണ് ഉള്ളത്, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് അകലെ. അത് നിലനിർത്തേണ്ടത് സമുദായ നേതൃത്വത്തിന്റെയും അത് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും ആവശ്യമാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. സത്യത്തിൽ മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. അവരുടെ നേതൃത്വവും സമുദായ നേതൃത്വവും അവരുടെ താല്പര്യങ്ങൾ അവരെ രക്ഷിക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഈ രീതിയിലുള്ള സമീപനവുമാണ് മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അല്ല, നേതൃത്വം തിരുത്താൻ തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു അവർ തയ്യാറാവില്ല. കാര്യം അത് തിരുത്താൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരില്ല, അവരുടെ നിലനിൽപ്പ് അപകടത്തിലാവും. ഇവിടെ ഈ പറയുന്ന മാതിരി ഈ സംഘപരിവാർ എന്ന് പറയുന്നത് അങ്ങനെ വലിയ ഭീഷണിയൊന്നുമല്ല. അവർക്കൊരു സമൂഹത്തിനെ ഇല്ലാതാക്കാനൊന്നും കഴിയില്ല എന്ന തിരിച്ചറിവ് ഈ സമൂഹത്തിന് ഉണ്ടായാൽ അന്ന് തീരും ഇവരുടെ കച്ചവടം. ഈ ഭയം വിറ്റ് ജീവിക്കുന്ന ഏർപ്പാട് അന്ന് തീരും. ആ സമൂഹത്തിൽ നിന്ന് ഭയം എന്ന സാധനം അകന്നു പോയാൽ പിന്നെ ഇവരുടെ നിലനിൽപ്പ് തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരിക്കലും അതിനനുവദിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ട് ഇവരുടെ പ്രാതിനിധ്യം ഈ നിലയിൽ തന്നെ പോവുകയുള്ളൂ അല്ലെ? മുന്നോട്ടും ഈ ഒരു നിലയിൽ തന്നെ പോവുകയുള്ളൂ. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അങ്ങനെ തന്നെയുള്ള കാര്യം. ഒരിക്കലും അവരെ നേതൃത്വത്തിലേക്ക് ഇപ്പൊ തന്നെ നോക്കിക്കോളൂ, UDFന്റെ അകത്ത് തന്നെയുള്ള വർത്തമാനങ്ങൾ നോക്കിക്കോളൂ. മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയും വേണമെങ്കിൽ. അതായത് അവർക്ക് വേണ്ടത് ആ സമൂഹത്തിന്റെ ഉന്നമനമല്ല, ആ സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് മാത്രമാണ്. ആ സമൂഹത്തിന്റെ സെന്റിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഭയം ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ട് ഷെയർ മാത്രമാണ് അവർക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ആ സമൂഹത്തിന്റെ ഡെവലപ്മെന്റ് അവർക്ക് താല്പര്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഇല്ല. ഇതാണ് അതിന്റെ വാസ്തവം. അതിനെ മുതലെടുത്ത് അങ്ങനെയുള്ളവരെ ഒരിക്കലും നേതൃത്വത്തിലേക്ക് വരാൻ ഇവർ അനുവദിക്കുകയുമില്ല, താല്പര്യവുമില്ല. അവരെ എപ്പോഴും വോട്ട് ബാങ്കാക്കി വോട്ട് ജീവികൾ മാത്രമായിട്ട് ന്യൂനപക്ഷങ്ങളെ കാണുന്നവരാണ് ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ. അത് തന്നെയാണ് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ പ്രശ്നം. അത് ആ സമൂഹം ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. എന്നവരത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നോ അന്ന് തീരും, അന്നേ അത് തീരും.